ഭാരതീയർക്ക് റേഡിയോ മീഡിയ വില്ലേജിന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് ഡ്രൈവ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. യെസ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് ഭാരതത്തെക്കുറിച്ച് പറയുന്ന വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം. ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ ഭാരതം ഇന്ന് മുൻപന്തിയിലാണ്, മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇതേക്കുറിച്ചൊക്കെ ചിന്തിക്കാനും അഭിമാനം കൊള്ളുവാനും ഒക്കെയുള്ള ഒരു ദിനം കൂടിയാണ് ഈ സ്വാതന്ത്ര്യദിനം. അതുപോലെ തന്നെ ഈ സഹകരണത്തോടെയും സ്നേഹത്തോടെയും കൂടെ മുന്നേറിയാൽ മാത്രമേ നല്ല ഒരു രാഷ്ട്രത്തെ പടുത്തുയർത്താൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് അണിചേരാം. അത്തരം ഒരു സന്ദേശം കൂടി ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് നൽകിയാണ്, ഒരു ഉത്തരവാദിത്വം. ശരിക്കും അഞ്ജന, ഈ മനസ്സിന് സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. തീർച്ചയായും അതെ. പക്ഷെ ഈ പറയുന്ന സന്തോഷ സമാധാനം ഒക്കെ കെടുത്തിക്കളയുന്ന വിഷയങ്ങളുണ്ട്. അതിനെയും കൂടെ തരണം ചെയ്താൽ മാത്രമേ നമ്മൾ യഥാർത്ഥ എന്താ പറയാ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് പറന്നുയരാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം അനുഭവിക്കുന്ന ഒരു ചെറിയ കൂട്ടായ്മയെ കുറിച്ച് ഞങ്ങൾ ഇന്ന് പറയുകയാണ് കേട്ടോ. അത് കോട്ടയത്ത് ഉള്ള ഒരു മുതിർന്ന പൗരന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. യെസ്, ദർശന കൾച്ചറൽ സെന്ററും ഡ്രീം സെറ്റേഴ്സ് ഇവന്റ്സും കൂടി സംയുക്തമായി സംഘടിപ്പിക്കുന്ന മുതിർന്ന പൗരന്മാരുടെ ഒരു കൂട്ടായ്മ കോട്ടയത്തുണ്ട്. 60-നും 90-നും ഇടയ്ക്ക് പ്രായമുള്ള 40 പേര് ചേരുന്ന ഒരു കൂട്ടായ്മയാണിത്. യെസ്, അവരെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഒരുമിച്ച് കൂടുന്നു, അവരെ പരസ്പരം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു, എന്നിട്ട് ഏതെങ്കിലും പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു, അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അടിപൊളിയായിട്ട് അവരുടെ ജീവിതം അങ്ങനെ ഹാപ്പി ആയിട്ട് ചെലവഴിക്കുകയാണ്. എന്ത് ലൈഫാല്ലേ. അതായത് ഈ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര പ്രഷർ, അതായത് നമ്മുടെ യൗവന പ്രായം, ഈ പറയുന്ന റിട്ടയർമെന്റ് ലൈഫ് വരെ ഭയങ്കര പ്രശ്നം. പക്ഷെ റിട്ടയർമെന്റ് ലൈഫ് എന്ത് സുഖമല്ലേ. ശരിക്കും ഈ വാർദ്ധക്യത്തിന്റെ വേദനകൾ, വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ധാരാളം മുതിർന്ന പൗരന്മാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു വലിയ ഇൻസ്പിറേഷൻ നൽകുന്നതാണ് ഇത്തരം മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മകൾ. ഇത്തരം കൂട്ടായ്മകൾ നാടിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉയർന്നു വരേണ്ടതുണ്ട്. അതെ, തീർച്ചയായും. ഈ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി മാത്രമല്ല, കുട്ടികൾക്ക്, യുവാക്കൾക്ക്, അതുപോലെ സ്ത്രീകൾക്ക്, എല്ലാവർക്കും ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ ഉണ്ടാകുമ്പോൾ അത് അവരുടെ മാനസിക ആരോഗ്യത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറയുന്നത് നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്താണ് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ. അപ്പോൾ ശരിക്കും ഈ ഹ്യൂമൻ റിലേഷൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്നത് വളർത്തുന്നതിന് ഇത്തരം കൂട്ടായ്മകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതായിരിക്കും. തീർച്ചയായും. അങ്ങനെ ഭാരതം ഒരു ക്ഷേമ രാഷ്ട്രമായിട്ട് വളരാൻ ഇടയാവട്ടെ. ഒന്നും കൂടെ ഒരു സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്കിത് മോർണിംഗ് ഡ്രൈവ് ആരംഭിക്കാം. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.